നമസ്തേ. അപ്പോൾ ഇന്നും വാർത്ത ഉണ്ടായിരുന്നു. അൽ ജസീറ നിങ്ങൾ കാണണം. കാരണം മുസ്ലിങ്ങളെ കൊല്ലുന്നത് അത് ആ വാർത്ത പുറത്തുവിടുന്നത് അൽ ജസീറ. ഇപ്പോൾ ഇന്നും ഇന്നലെയും ഒക്കെ മുസ്ലിങ്ങളുടെ പെരുന്നാളാണല്ലോ ഇപ്പോൾ. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഇസ്രായേലിൻ്റെ ബോംബിങ് ഉണ്ടായിരുന്നു ഗാസയിൽ. ഒത്തിരി നിരപരാധികൾ മരിച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ പോലും വികലാംഗരുമായിട്ടുണ്ട്, മരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളുമൊക്കെ തീവ്രവാദികളാണോ? ആണോ? തീവ്രവാദികളെ കൊല്ലാനാണല്ലോ ഇവർ ബോംബിങ് നടത്തുന്നത്. എങ്കിൽ തീവ്രവാദികളെ കൊല്ലട്ടെ. തീവ്രവാദി സ്ത്രീകൾ തീവ്രവാദികളാണ്? ആണോ? പിഞ്ചു കുഞ്ഞുങ്ങൾ 1-2 വയസ്സുള്ള കുട്ടികളൊക്കെ തീവ്രവാദികളാണ്? അപ്പോൾ ധാരാളം നിരപരാധികളെ കൊല്ലുന്നുണ്ട്. ഇപ്പോൾ ഇത് തന്നെ 2 ഇസ്ലാമിക തീവ്രവാദികൾ അമേരിക്കയിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു എന്നിരിക്കട്ടെ. എന്തായിരിക്കും ഇവിടെ കോലാഹലം? അപ്പം തന്നെ ജന്മഭൂമിയും മറുനാടനും എന്തിന് ഏഷ്യാനെറ്റും മറ്റേ മനോരമയും എല്ലാവരും, BBC, CNN, ഇവിടെ സ്വിറ്റ്സർലൻഡിലാണെങ്കിൽ ബ്ലിക്ക്, പിന്നെ 20 മിനിറ്റ്, ഇവരൊക്കെ കിടന്ന് നിലവിളിക്കും. എല്ലാവരും കിടന്ന് നിലവിളിക്കും. അയ്യോ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയും. പക്ഷേ യഹൂദരുടെ സൈന്യം ആണ് മുസ്ലിങ്ങളെ കുട്ടികളെ കൊല്ലണമെങ്കിൽ അത് തീവ്രവാദമല്ല കേട്ടോ. അത് നല്ല കൊലയാണത്. നല്ല 1-ാം തരം കൊല. ഇത് ഏത് കോത്താഴത്തെ ന്യായമാണ് പോയത്? പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും മതം നോക്കി മാത്രം വാർത്ത കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന മാധ്യമധർമ്മം അതെനിക്ക് മനസ്സിലാവുന്നില്ല. അൽ ജസീറ മാത്രമാണ് ഈ മുസ്ലിങ്ങളുടെ അവസ്ഥ പുറത്തുവിടുന്നത്. നോക്കൂ, പാരീസിൽ ഒരാളെ കൊന്നു. അയാൾ മുഹമ്മദിനെതിരെ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് ഒരാളെ കൊന്നു. അത് നടു റോഡിൽ വെച്ച് കഴുത്തറുത്ത് കൊന്നതൊരു ചിന്ന പയ്യൻ, ഒരു പാകിസ്ഥാൻകാരൻ്റെ മകൻ, പാകിസ്ഥാൻകാരൻ. അപ്പോൾ അവൻ തീവ്രവാദിയാണെന്ന് പറഞ്ഞു. നമ്മൾ അംഗീകരിക്കുന്നു, അവൻ തീവ്രവാദി തന്നെയാണ്, അവൻ മഹാനീചനാണ്. അവൻ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞു എന്നും പറഞ്ഞ് കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. മുഹമ്മദ് ജീവിച്ച് മരിച്ചു പോയ ആളാണ്. ബാക്കിയുള്ളവർക്ക് കൂടെ ജീവിക്കണ്ടേ? അവർ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞു എന്നും വെച്ചാൽ അവരെ കൊല്ലണം ശരിയല്ലല്ലോ. അപ്പോൾ ഇയാൾ തീവ്രവാദി തന്നെയാണ്. അപ്പോൾ ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ ഈ തീവ്രവാദി കൊന്നു. അതും മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മനസ്സിലായോ? ഈ 1, 2, 3, 4 വയസ്സും 5 വയസ്സൊക്കെയുള്ള മുസ്ലിം കുട്ടികൾ ബോംബിങ്ങിൽ മരിക്കുമ്പോൾ അവർക്ക് എന്തറിയാം? അവർ യഹോവനെ കുറ്റം പറയുന്നുണ്ടോ? ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒരാളെ കൊന്നപ്പോൾ, പാരീസിൽ ഒരു ഇസ്ലാമിക തീവ്രവാദി കൊന്നപ്പോൾ ലോകം മുഴുവനും അത് വാർത്തയായിരുന്നു. ലോകം മുഴുവനും അത് മാത്രമായിരുന്നു വാർത്ത. ഇവിടെയൊക്കെ എത്ര നാളായിരുന്നു അറിയാം വാർത്ത? മാസക്കണക്കിനായിരുന്നു ആ വാർത്ത വന്നത്. മാസക്കണക്കിന് ഹെഡ്ലൈൻസ് ആയിരുന്നു. ഇസ്ലാമിക തീവ്രവാദം. നടു റോട്ടിൽ വെച്ച് ഒരാളെ കഴുത്തറുത്ത് കൊന്നു. നടു റോട്ടിൽ കഴുത്തറുത്ത് കൊന്നാലും ബോംബിട്ട് കുട്ടികളെ കൊന്നാലും പോകുന്നത് ജീവൻ തന്നെയല്ലേ പോയി? എങ്ങനെ കൊന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഏകപക്ഷീയമായിട്ടാണ് ഈ വാർത്തകൾ തന്നെ കൊടുക്കുന്നത്. ഏകപക്ഷീയമായിട്ടാണ്. അതായത് മുസ്ലിം സ്ത്രീകളെയും കുട്ടികളെയും നിരപരാധികളെ യഹൂദരും ക്രിസ്ത്യാനികളും ബോംബിട്ട് കൊല്ലുമ്പോൾ അതിന് യാതൊരു വാർത്താ പ്രാധാന്യവും കൊടുക്കുന്നില്ല. BBCയും CNN-ഉം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും മുക്കിക്കളയാണ് ചെയ്യുന്നത്. ഇത് അനീതിയല്ലേ? തീർച്ചയായിട്ടും ഇത് അനീതിയല്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇപ്പോൾ വേണമെച്ചാൽ ചിലപ്പോൾ സംഖ്യകൾ പറയും, അവന്
സുഡാപ്പികൾ അവന് കാശ് കൊടുക്കുന്നുണ്ട്. എനിക്കൊരു സുഡാപ്പിയും കാശ് തരുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, മനസ്സിലായോ? അല്ലാതെ തന്നെ എനിക്ക് മാന്യമായിട്ട് ഇപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കണേ, മാന്യമായിട്ട് ജോലി ചെയ്ത് ഞാൻ ജീവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സുഡാപ്പികളുടെ കാശ് എനിക്ക് ആവശ്യമില്ല, മനസ്സിലായി? പണിയില്ലാത്തവർക്കുള്ള മറ്റുള്ളവരുടെ കാശ് ആവശ്യം. പിന്നെ എനിക്കങ്ങനെ ആർത്തിയുമില്ല. ഏത് ഇപ്പോൾ നോക്കൂ, ഞാനിട്ടിരിക്കുന്ന റെയ്ബാൻ ഗ്ലാസ്സാണ്. പക്ഷേ ഇത് ഒത്തിരി നാൾ ഒരുപാട് സ്ഥലത്തൊക്കെ പോയി നോക്കി വളരെ വില കുറഞ്ഞ് റെയ്ബാൻ കിട്ടി. അപ്പം അങ്ങനെ മേടിച്ചിട്ട് ഞാനത് ഒരുപാട് കാശൊന്നും ഇതിന് ചിലവായിട്ടില്ല. ഇതിന് ചിലപ്പോൾ ഒരു 70-80 ഫ്രാങ്ക് മാത്രമേ ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഒരു 7,000-8,000 രൂപ. ശരിക്കും പറഞ്ഞാൽ റെയ്ബാന് 200 ഫ്രാങ്കിന് മുകളിലാണ്, 20,000 രൂപയ്ക്ക് മുകളിലാണ് വില, മനസ്സിലായോ? അപ്പോൾ ഞാനങ്ങനെ വളരെ നോർമലായിട്ട് ജീവിക്കുന്ന ഒരാളാണ്, അല്ലാണ്ട് ഭയങ്കരമായിട്ട് ധാരാളിയായിട്ട് കഴിയുന്നൊരു മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ എനിക്കധികം ചിലവുമില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തത് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ പ്രീണിപ്പിച്ച് അവരുടെ അടുത്ത് നിന്ന് കാശ് മേടിച്ച് അച്ചാരം വാങ്ങി ജീവിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഓക്കെ, പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. സത്യമല്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ഈ ലോകത്തിലെ എന്താ പറയുക, മുഖ്യധാരാ മാധ്യമങ്ങൾ, മെയിൻ സ്ട്രീം മീഡിയ, അതിൻ്റെ ജയൻസ് ആണല്ലോ CNN-ഉം BBC ഒക്കെ. അവന്മാരാണ് ഏറ്റവും കൂടുതൽ ഇത്തരം വാർത്തകൾ മുക്കിക്കളയണം. മുസ്ലിങ്ങളെ കൊല്ലുമ്പോൾ അത് വാർത്തയാക്കൂല. എന്തൊരു ദ്രോഹമാണെന്നറിയോ അത്, എന്തൊരു ചീപ്നെസ് ആണെന്നറിയോ, എന്തൊരു ബ്രൂട്ടലാണെന്നറിയോ അത്, വളരെ ബ്രൂട്ടലാണ്. അത് നിരപരാധികളെ കൊല്ലുന്നവരെക്കാളും വലിയ അപരാധമാണ് ആ കൊലപാതകം മൂടി വയ്ക്കുന്നവർ ചെയ്യുന്നത്, മനസ്സിലായോ? ഈശ്വരൻ ഒരു മനുഷ്യനെ ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും ഒക്കെ അവൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ടില്ല, അവൻ്റെ പ്രവൃത്തിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ ചില വാർത്തകൾ, അതായത് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത വാർത്തകൾ, ഇസ്രായേൽ സൈന്യം, അപ്പോൾ അവിടെ ധാരാളം സ്ത്രീകളും കുട്ടികളൊക്കെ മരിക്കുന്നുണ്ട്. അത് ഇവർക്കറിയാം. വാർത്ത കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ താഴെ വന്ന ആൾക്കാർ സ്മൈലി ഇടും, സ്മൈലി ചിരിച്ചുകൊണ്ടുള്ള ഒരു ഇമോറ്റിക്കോൺ ഇടും. അത് എന്താ അതിനെ പറയേണ്ടത്? അത് ശരിക്കും നമ്മുടെ എന്താ പറയുക, മനുഷ്യരുടെ ഒരു അവസ്ഥയാണത് കാണിക്കുന്നത്, മനസ്സിലായി? ദയനീയ അവസ്ഥയെന്ന് തന്നെ വേണം അതിനെ പറയാനായിട്ട്. അതായത് നിരപരാധികളായിട്ടുള്ള മനുഷ്യർ മരിക്കുമ്പോൾ പോലും മതം നോക്കിയിട്ട് അവിടെ താഴെ വന്നിട്ട് പല്ലിളിച്ച് കാണിക്കുക, നീ ചത്തല്ലേ, എനിക്ക് വളരെ സന്തോഷമായി എന്ന് പറയുക. അത് എന്തൊരു മനുഷ്യന് എന്താ പറയുക, പിശാചായി മാറിയെന്ന് വേണം പറയാനായിട്ട് മനുഷ്യന്മാർ. അത് ഹിന്ദുക്കളും ചെയ്യും, മുസ്ലിങ്ങളും ചെയ്യും, ക്രിസ്ത്യാനികളും ചെയ്യും. അപ്പോൾ അത്രമാത്രം മതസ്പർദ്ധ മനുഷ്യരുടെ ഉള്ളിൽ വേരൂന്നിയിരിക്കുന്നു എന്നാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടത്. കുട്ടികളോട് പോലും കാരുണ്യമില്ലാത്ത വിധത്തിൽ നമ്മൾ എന്താ പറയുക, മൃഗതുല്യരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ മുസ്ലിം സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊല്ലുന്നതിനെ ഞാനത് പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇസ്ലാമിക തീവ്രവാദത്തെ ഞാൻ എതിർക്കുന്നു. അന്നും എതിർത്തിട്ടുണ്ട്, ഇന്നും എതിർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ക്രിസ്ത്യാനികൾ ബോംബിട്ട് ലക്ഷക്കണക്കിന് പേരെ ഇറാഖിൽ കൊന്നതിന് ഞാൻ അന്നും എതിർത്തിട്ടുണ്ട്, ഇന്നും എതിർക്കുന്നുണ്ട്, ഇനിയും എതിർക്കും, മനസ്സിലായോ? കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ്റെ വില എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിൻ്റെ ജീവന് പുല്ലുവില, ക്രിസ്ത്യാനികളുടെ ഹിന്ദുവിൻ്റെയും ജീവന് എന്താ പറയുക മോഹവില, അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. എല്ലാ മനുഷ്യരുടെയും ജീവന്
ഒരേ വിലയാണ്. പ്രത്യേകിച്ചും നിരപരാധികളായ കൊച്ചുകുട്ടികളുടെ ജീവൻ. കൊച്ചുകുട്ടികൾ എന്തറിഞ്ഞു? അവർക്ക് എവിടെയാണ് മതമുള്ളത്? മതമേ ഇല്ലല്ലോ കുട്ടികൾക്ക്. കുട്ടികളുടെ മനസ്സിലേക്ക് മതം മാതാപിതാക്കൾ അടിച്ചേൽപ്പിക്കുകയല്ലേ. അങ്ങനെയല്ലേ നമ്മുടെ മതം നമ്മുടെ മനസ്സിൽ പേര് പിടിക്കുന്നത്. അപ്പോൾ മതമില്ലാത്തവരാണ് കുട്ടികൾ. അപ്പോൾ അവരെ കൊല്ലുന്ന അത് യാതൊരു കാരണവശാലും നമ്മൾ അതിനെ അംഗീകരിക്കാൻ പാടില്ല. അതിനെ എതിർക്കണം. അതിനെ എതിർക്കാനുള്ള മനസാക്ഷി നമുക്ക് അത്രയും മനസാക്ഷി മരവിച്ചിട്ടില്ല എന്ന് നമ്മൾ തെളിയിക്കണം. ഓക്കെ. നന്ദി, നമസ്തേ. ഹർ ഹർ മഹാദേവ്. ജയ് ശ്രീറാം.